ഹൃദയരോഗത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയവർ കൊച്ചി ലിസി ഹോസ്പിറ്റലിൽ സംഗമിച്ചു. സ്നേഹത്തിന്റെയും അതിജീവനത്തിന്റെയും ഒത്തുചേരൽ കൂടിയായി ഹൃദയ സംഗമം മാറി. ആശങ്കയുടെ നാളുകൾ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയവർ സംഗമിച്ചപ്പോൾ അത് ഹൃദയം നിറയുന്ന അനുഭവമായി. തങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ നടത്തിയ ഡോക്ടർമാരോട് അവർ മനസ്സ് തുറന്ന് സംസാരിച്ചു. അതോടൊപ്പം അനുഭവങ്ങൾ കൂടി പങ്കുവെക്കുന്ന വേദിയായി ഹൃദയ സംഗമം മാറി. ഹൃദയദിനത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ജോസ് ചാക്കോ പെരിയപുറം സംസാരിച്ചു. ക്യാൻസറിനേക്കാളും അതുപോലെ തന്നെ റോഡപകടങ്ങളെക്കാളും കൂടുതലായിട്ട് മനുഷ്യജീവിതങ്ങളെ അപഹരിക്കുന്ന ഒരു രോഗമാണ് ഹൃദ്രോഗം. അതിനെ തടയുക അല്ലെങ്കിൽ അതിനെ തടയാനുള്ള എഡ്യൂക്കേഷൻ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലോക ഹൃദയ ദിനത്തിനുള്ളത്. അതൊരു ദിവസം മാത്രമല്ല, അതൊരു വർഷത്തെ ആഘോഷങ്ങളുടെയും ആചരണങ്ങളുടെയും പരിസമാപ്തിയായിട്ടാണ് 29 സെപ്റ്റംബറിൽ നമ്മൾ ലോക ഹൃദയ ദിനം അവസാനിപ്പിക്കുന്നത്. കോഴിക്കോട് സ്വദേശി നൗഫൽ ഹൃദയ സംഗമത്തിനെത്തിയത് ഒരു കുഞ്ഞു സമ്മാനവും കൊണ്ടാണ്. വേദനയുടെ നാളുകളിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷവും ഈ 50 വയസ്സുകാരൻ പങ്കുവച്ചു. ആൻജിയോപ്ലാസ്റ്റിയിൽ ബൈപ്പാസ് സർജറി തന്നെ പ്രിഫർ ചെയ്യുകയുണ്ടായി. ഉടനെ തന്നെ ഏറ്റവും നല്ല ചികിത്സാ കേന്ദ്രമെന്ന നിലയിൽ ജോസ് ചാക്കോ ഡോക്ടറുമായി ബന്ധപ്പെടുകയും അദ്ദേഹം 23/4/2025 എന്നെ സർജറിക്ക് വിധേയമാക്കി. കൃത്യമായ ചികിത്സയിലൂടെയും പരിചരണത്തിലൂടെയും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേർന്നു. ഹൃദയ സംഗമത്തിൽ ബോധവൽക്കരണ ക്ലാസുകളും വിദഗ്ധരുമായുള്ള സംവാദവും ഉൾപ്പെടുത്തിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.